കോട്ടയത്തെ റബ്ബർ മരങ്ങൾക്കിടയിൽ പെയ്യുന്ന ഈ മഴയ്ക്ക് ഇന്ന് ചോരയുടെ മണമാണ്. നഗരം ഉറങ്ങുമ്പോഴും ചില കണ്ണുകൾ തുറന്നിരിക്കും. നിയമം കയ്യിലെടുക്കാനല്ല, നീതി ഉറപ്പാക്കാൻ. ആളുകൾ പറയും അയാൾ ഒരു ഭ്രാന്തനാണെന്ന്. പക്ഷേ ഈ നാടിന് അയാൾ ബാറ്റ്മാമനാണ്. ഒരു പഴയ കറുത്ത റെയിൻകോട്ട് പോലെ തോന്നിക്കുന്ന തുണി പുതച്ച് ഒരു പഴയ ബൈക്കിൽ മാമൻ വന്നിറങ്ങുന്നു. ആ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തിളക്കം. ബാറ്റുമാമൻ. അധർമ്മം എവിടെയുണ്ടോ അവിടെ ഈ മാമൻ ഉണ്ടാകും. മോനെ, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യത്തെ മിസ്റ്ററി, കോമാളിയുടെ സാന്നിധ്യം. ഒരു വലിയ കൊലപാതകം നടന്ന സീൻ. പോലീസ് പോലും പകച്ചു നിൽക്കുന്ന സ്ഥലം. അവിടെ ബാറ്റുമാമൻ പരിശോധന നടത്തുന്നു. പെട്ടെന്ന് ഒരു പഴയ റേഡിയോയിൽ നിന്ന് ഒരു വിചിത്രമായ ചിരി കേൾക്കുന്നു. മജീഷ്യനായ കോമാളിയുടെ ശബ്ദം. കോമാളി: മാമാ, ഈ മജീഷ്യന്റെ അടുത്ത ട്രിക്ക് കാണണോ? നീ എവിടെ ചെന്നാലും നിനക്ക് മുൻപേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാകും. നീ പിടിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെയല്ല, ഒരു മായാജാലത്തെയാണ്. മാമൻ ആ കൊലപാതക സ്ഥലത്തു നിന്ന് ഒരു ചെറിയ ജോക്കർ കാർഡ് കണ്ടെടുക്കുന്നു. അതിൽ രക്തം കൊണ്ട് എഴുതിയിരിക്കുന്നു, അടുത്തത് നിന്റെ ഊഴമാണ്. ഈ കോട്ടയം പട്ടണത്തിന്റെ കാവൽക്കാരനായി മാമനുണ്ടാകും. പക്ഷേ കോമാളിയുടെ മായാജാലങ്ങളെ നേരിടാൻ മാമന്റെ കരുത്തു മാത്രം മതിയോ? കേരളത്തിന്റെ സ്വന്തം സൂപ്പർ ഹീറോയുടെ പോരാട്ടം തുടങ്ങുന്നു. ബാറ്റ്മാമൻ വേഴ്സസ് കോമാളി. ഈ യുദ്ധത്തിൽ ആര് ജയിക്കും? അടുത്ത ഭാഗത്തിനായി ഈ പേജ് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു മാമനുണ്ടെങ്കിൽ അയാളെ എന്തു പേര് വിളിക്കും? കമന്റ് ചെയ്യൂ.